പരിസരങ്ങൾ. വേദിയിൽ കോഡ് ലെറ്റർ സി. വിഷയം ലിബറലിസം പിടിമുറുക്കുന്ന ക്യാമ്പസ് പരിസരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ക്യാമ്പസ് ഇടങ്ങളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന ലിബറലിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ലിബറൽ അരാജകത്വ സിദ്ധാന്തങ്ങളുടെ കടന്നുകയറ്റമാണ് എന്ന് നമുക്ക് ലെവലേശം സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഈ ലിബറലിസം ധാർമ്മിക മൂല്യങ്ങൾ ഏതുമേ ഇല്ലാതെ ആർക്കുമെന്തും വ്യക്തിനിഷ്ഠമായിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പരിണതികൾ എത്രമാത്രം ഭീകരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്യാമ്പസുകളിലെല്ലാം പുരോഗമനത്തിന്റെ ലേബലൊട്ടിച്ച് ലിബറലിസം എന്ന ഭീകരമായ ആശയം കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘങ്ങൾ പോലും തുണ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സമൂഹത്തിൽ എത്രമാത്രം ഭീകരമായ പരിണതിയാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇത് മുമ്പേ നടപ്പാക്കിയ, മുമ്പേ നെഞ്ചിലെത്തിയ, മുമ്പേ ഇതിനു വേണ്ടി സിന്ദാബാദ് വിളിച്ച ലോകത്തെ മറ്റു സമുദായങ്ങളിലേക്ക് നോക്കണം. ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലിബറലിസം കേവലമായ നിരീശ്വരവാദത്തെ പോലെ അല്ല ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്വഭാവം നിരീശ്വരവാദത്തെ പോലെയല്ല. നിരീശ്വരവാദം കുറച്ച് ഭൗതികമായ ആലോചനകളൊക്കെ ഉള്ളതാണെങ്കിൽ ലിബറലിസം നമ്മോട് പറയുന്നത് വരൂ, വിശാലമായ ലോകത്തേക്ക് വരൂ, നമുക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു അത് നമുക്ക് ചെയ്യാം, അതാണ് ലോകം, അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം, വരൂ ഈ വിശാലതയിലേക്ക് വരൂ. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇമ്പാണ്. ഇത് ഇമ്പമുള്ള കാവ്യാത്മകതയുടെ ഭാഷയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അതിലേക്ക് വീണുപോവാൻ. ഇപ്പോഴും നമുക്ക് കാണാം, മഹാരാജാസ് കോളേജിന്റെ ചുവരുകളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അവിടെ ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്, പ്രണയമേ നിനക്ക് ലിംഗമില്ല, ഞാനും നീയും എന്ന സ്വപ്നം മാത്രം. എന്ത് സുന്ദരമാണ്, കേൾക്കാൻ എന്ത് ഇമ്പമാണ്. പ്രണയത്തിന് മേൽ ആര് വരച്ചു ലിംഗസങ്കല്പങ്ങൾ? ഈ ലോകം എല്ലാവരുടേതുമാണ്. കേൾക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മുടെ ക്യാമ്പസുകളിൽ ഏറ്റവും അവസാനം നമ്മൾ പ്രത്യക്ഷപ്പെട്ടത് കണ്ടു. ഒരാണും പെണ്ണും ലിംഗം ചേരുന്നത് കണ്ടിട്ട് നഗ്നതയെ പ്രചരിപ്പിക്കുന്ന, ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്, തുറിച്ചു നോക്കണ്ട എന്ന് പറയുന്ന വി നീഡ് സെക്ഷൽ ലിബറലൈസേഷൻ എന്ന് പച്ചക്ക് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ക്യാമ്പസ്. ഇതുണ്ടാക്കുന്ന പരിണതി നമ്മൾ യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി. 1960-കളിൽ യൂറോപ്പിൽ സെക്ഷൽ റവല്യൂഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പരിണതിയായി ഉണ്ടായത്, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ന് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരിന്ന് അതിൽ നിന്ന് തിരിച്ചു നടക്കുക. യൂറോപ്പിൽ നിന്ന് അബോർഷൻ റേറ്റ് നോക്കിയാൽ വളരെ ഭീതിതമാണ്. കല്യാണത്തിന് പുറത്ത് 35% ജന്മങ്ങളാണ്, ബർത്ത് റേറ്റ് ആണ് യൂറോപ്പിൽ സെക്ഷൽ റവല്യൂഷൻ വളരെ മുമ്പിൽ നിന്നിരുന്ന 1960-കളിൽ ഉണ്ടായത്. ഇത് ബാക്കി വെച്ചത് എന്താണെന്ന് അറിയില്ല നമുക്ക്. ഫാദർലെസ് അമേരിക്കയാണ് അത് ബാക്കി വെച്ചത്. തെരുവോരങ്ങളിലൂടെ ഒരുപാട് മക്കൾ നടക്കുന്നുണ്ട് അമേരിക്കയുടെ തെരുവോരങ്ങളിലൂടെ. പക്ഷെ ബാപ്പയാരാണെന്ന് അറിയില്ല. ആർക്കും എപ്പോഴും എന്ത് സ്വാതന്ത്ര്യവും എടുത്ത് ആരെയും ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കാവുന്ന ആ തികഞ്ഞ അരാജകത്വത്തെയാണ്, ആ തികഞ്ഞ ലെവലേശം ക്രമമില്ലായ്മയാണ് ലിബറലിസം പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ലൈംഗിക വൈകൃതങ്ങൾ എത്രമാത്രം ഭീതിതമാണ്. ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റെന്ന് പറയണം, ഐ ഐഡന്റിഫൈ മൈസെൽഫ് ആസ് എ ഗേ. ഇതിന് ശാസ്ത്രത്തിൽ വല്ല പിൻബലവും ഉണ്ട്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അത് കൃത്യമായി പറഞ്ഞതാണ്. ആൺ പെണ്ണ് എന്ന 2 ലിംഗങ്ങളെ ഉള്ളൂ. അല്ലാത്തൊരു രോഗത്തെ അസ്തിത്വമാക്കി നിർമ്മിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴെങ്കിലും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് അവസാനം നമ്മൾ കണ്ടു, ഒരു കോളേജിൽ വെച്ച് ഇൻസെസ്റ്റ് പോലും സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിക്കുന്ന, സ്വന്തം കുടുംബക്കാരെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്നത് പോലും സ്വാതന്ത്ര്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ലിബറൽ വൈകൃതങ്ങളാണ് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു
കടന്നു വരാനിരിക്കുന്നത്. സ്വയം എന്തും തീരുമാനിക്കുന്നതിൻ്റെ ഭീകരമായ പ്രത്യാഘാതം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഞാനൊരു വൃദ്ധനാണ്, എനിക്ക് പെൻഷൻ വേണമെന്ന് പറയുന്നതിൻ്റെ അത്ര നീചമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്യാമ്പസുകൾ ഓർത്തെടുക്കേണ്ടത് യൂറോപ്പിന്റെ വയ്യ നടക്കുകയല്ല, യൂറോപ്പ് തിരിച്ചു നടക്കുന്നതിൽ നിന്ന് തിരിച്ചറിവുണ്ടാക്കുകയാണ് നമ്മുടെ ക്യാമ്പസുകൾ ചെയ്യേണ്ടത്. അതിനുള്ള ധാർമ്മികമായ ബോധ്യങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിൽ ഉയരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.